ഒടുവിൽ അമേരിക്ക അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയെ ഞങ്ങൾ വളരാൻ അനുവദിക്കില്ല. ചൈന ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയോ വളർന്നു വലുതായി. ഇത് ഞങ്ങൾക്ക് വലിയ തലവേദനയായി മാറി. അതേ പാതയിലാണ് ഇന്ത്യയും പോകുന്നത്. വൈകാതെ ഇന്ത്യ ലോകശക്തിയാകും. അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ US വളരെ പ്രധാനപ്പെട്ടതും കർശനവുമായിട്ടുള്ള അവരുടെ ഒരു അജണ്ട തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ചൈനയെ പോലെ ഇന്ത്യക്ക് സാമ്പത്തിക ഇളവുകൾ നൽകില്ലെന്ന് US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാൻഡൌ വ്യക്തമാക്കി. റൈസിന ഡയലോഗിനിടെ 20 വർഷം മുമ്പ് ചൈനയ്ക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾ ചൈനയെ ഒരു എതിരാളിയാക്കി മാറ്റിയിട്ടുണ്ടെന്ന് ലാൻഡോ പറഞ്ഞു. ഇന്ത്യയുടെ അൺലിമിറ്റഡ് സാധ്യതകൾ അടിച്ചുവിടുന്നതിനായി ഞങ്ങൾ അവരുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 20 വർഷം മുമ്പ് ചൈനയുമായി ചെയ്ത അതേ തെറ്റുകൾ ഇന്ത്യയിലും ഞങ്ങൾ വരുത്തില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ഇടപാടുകളിൽ അമേരിക്ക നിലവിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയുമായുള്ള നിരവധി റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് 50% നിന്ന് 18% കുറച്ചു. ഭൗമരാഷ്ട്രീയ ചർച്ചകളിൽ US താരിഫുകളെ ഒരു ലിവറേജായി ഉപയോഗിക്കുന്ന ഒരു ആഗോള സാഹചര്യത്തിലാണ് ന്യൂഡൽഹി നിലവിൽ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വിപണിയെ ആശ്രയിക്കുന്നതിന് പകരം യൂറോപ്യൻ യൂണിയനുമായുള്ള മറ്റ് രാജ്യങ്ങളുമായും ഇന്ത്യ വ്യാപാര ഇടപാടുകൾ നടത്തുന്നു. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കാരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഹ്രസ്വകാല ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ലാൻഡോ US പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും USഉം തമ്മിലുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും ഒരു വിജയം, അതായത് രണ്ടുപേർക്കും വിജയം ഗുണകരമാകണം ആയിരിക്കുമെന്നാണ് ഇയാൾ പറയുന്നത്. ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളിൽ ഇന്ത്യ ഇതുവരെ ഒരു പക്ഷവും സ്വീകരിച്ചിട്ടില്ല. കൂടാതെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്വയംഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് വ്യാപാര ചർച്ചകൾ തുടരുകയാണ്. എന്നിരുന്നാലും അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അസഹനീയമാണെന്ന് കണക്കാക്കാം. എന്നിരുന്നാലും BJP ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.